മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് ശബരിനാഥൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വരുമാനം മറച്ചുവെച്ചു. ബംഗളൂരുവിലെ 200 കോടിയുടെ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ചേർത്തില്ല. 3 ഇടങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരം മനഃപൂർവ്വം മറച്ചുവെച്ചു എന്നൊക്കെയാണ് ഹർജിയിൽ പറയുന്നത്. ശ്യാം ചേരുന്നുണ്ട്. വീണ്ടും ശ്യാം, യു.ഡി.എഫ് നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനിത, നേമത്തെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്താണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് ഹർജിയായാണ് ശബരിനാഥൻ ഹൈക്കോടതിയിൽ സമീപിച്ചത്. നേമത്തെ രാജീവ് ചന്ദ്രശേഖറാണ് ഏതാണ്ട് 7,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് വിജയം, ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാണ് കെ എസ് ശബരിനാഥൻ നൽകിയ ഹർജിയിലെ ആവശ്യം. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്റെ കൃത്യമായ വരുമാനം മറച്ചുവെച്ചാണ് സത്യവാങ്മൂലം നൽകിയത്. ബംഗളൂരുവിലെ 200 കോടി രൂപയുടെ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ചേർത്തില്ല. 3 ഇടങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരം മനഃപൂർവ്വം രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചു എന്ന വാദവും കൂടി കെ എസ് ശബരിനാഥൻ ഹർജിയിൽ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യങ്ങളെല്ലാം വരണാധികാരിക്ക് മുമ്പാകെ നേരത്തെ തന്നെ അന്ന് ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന സമയത്ത് തന്നെ തടസ്സമായി പറഞ്ഞിരുന്നു. പക്ഷേ വസ്തുത പരിശോധിക്കാതെയാണ് അന്ന് വരണാധികാരി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക അംഗീകരിച്ചത്. പരാതിയുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് കേസ് നൽകണം എന്നായിരുന്നു വരണാധികാരിയുടെ നിർദ്ദേശം. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഹർജിയുമായി കെ എസ് ശബരിനാഥൻ നേമത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നതാണ് കെ എസ് ശബരിനാഥന്റെ ആവശ്യം. ശരി, ശ്യാം ദേവരാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.